ഹായ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബജ്ജി ഉണ്ടാക്കുന്ന കായയും മുട്ടയും കൊണ്ടിട്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. 2 ബജ്ജിക്കായാണ് കേട്ടോ. ഇത് 10 മിനിറ്റ് നമ്മൾ വെള്ളത്തിൽ ഇട്ടുന്നു വേവിച്ചെടുത്താണ്. അതാണ് ഈ കളറായിട്ടിരിക്കുന്നത് കേട്ടോ. പിന്നീട് ഒരു വലിയ പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, 5 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ട്, ഒരു വെളുത്തുള്ളി, കുറച്ച് തേങ്ങ, പിന്നീട് ഒരു മുട്ടയും കൂടിയിട്ട് വേണം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ചീകിയെടുക്കാം. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വയ്ക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് കടുകും വറ്റൽമുളകും 1/4 സ്പൂൺ ഉഴുന്നും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നീട് ചെറിയുള്ളിയും പച്ചമുളകും കൂടി ചേർത്തിട്ടേ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാമേ. ഇതിലേക്ക് നമുക്ക് ആ തേങ്ങ കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നീട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് എല്ലായിടും നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. പിന്നീട് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കണേ. മുളക് പൊടിയൊന്നും ഞാൻ ചേർക്കുന്നില്ല, എരിയുള്ള പച്ചമുളകാണ്, അപ്പോൾ അതുകൊണ്ട് മുളക് പൊടിയൊന്നും ചേർത്തില്ല. പിന്നെ നമുക്ക് കായ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. കായൊക്കെ വെന്തതാണ്, അതുകൊണ്ട് വലുതായിട്ടിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ വേണമെങ്കിലും ഇത് നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഈ സമയത്താണ് മുട്ട ചേർത്ത് കൊടുക്കുന്നത്. ഒരു മുട്ട എടുക്കുന്നുള്ളൂ കേട്ടോ. ഉപ്പ് ഇതിലുള്ളതുകൊണ്ട് പിന്നെ പ്രത്യേകം ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. അപ്പം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കായ മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.